ഹരി ഓം തത്സത്. എല്ലാവർക്കും നമസ്കാരം. ഭക്തിമാർഗത്തിലൂടെ ഈശ്വരാന്വേഷണം നടത്തുന്നവർക്ക് സ്വന്തം പ്രയത്നത്തിലൂടെ ഈശ്വരനെ കാണുവാനും അറിയുവാനും കഴിയുന്ന അപൂർവങ്ങളിൽ അപൂർവമായ യോഗവിദ്യയാണ് ക്രിയായോഗവിദ്യ. ഒരു കൃഷ്ണഭക്തന് കൃഷ്ണനെ കാണുവാനും, ശിവഭക്തന് ശിവനെ കാണുവാനും, ദേവീഭക്തന് ദേവിയെ കാണുവാനും, അങ്ങനെ ഏത് ദേവതകളെ ഉപാസിക്കുന്നവർക്ക് അതാത് ഇഷ്ടദേവതകളെ കാണുവാനും അറിയുവാനും ക്രിയായോഗയേക്കാൾ മറ്റൊരു വലിയ വിദ്യ ആത്മീയ ലോകത്ത് വേറെ ഇല്ല. ക്രിയായോഗ വളരെ ലളിതവും ഏത് പ്രായക്കാർക്കും ഏത് മതസ്ഥർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ഏറ്റവും മികച്ചതും യോജിച്ചതുമാണ്. ഈശ്വരനെ അറിയുന്നത് ജാതിയും മതവും അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഏകീകരണത്തിലൂടെയാണെന്ന് തെളിയിച്ച അപൂർവ വിദ്യയാണ് ക്രിയായോഗം. നമ്മുടെ ശരീരത്തിൽ 5 പ്രാണനുകളാണ് മുഖ്യമായിട്ടുള്ളത്, അഥവാ 5 വൈറ്റൽ കറൻസ്. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ എന്നിങ്ങനെയാണ് അവയുടെ പേരുകൾ. അതിൽ ഒന്നാമനും മുഖ്യനുമായ പ്രാണൻ ആണ് നമ്മുടെ ശരീരത്തിലെ സകല പ്രവർത്തനങ്ങളെയും മാനിഫെസ്റ്റ് ചെയ്യുന്ന ക്രിസ്റ്റലൈസിംഗ് പവർ അഥവാ ഫണ്ടമെൻ്റൽ ഫോഴ്സ്. 2 അപാനൻ. അപാനവായുവാണ് നമ്മുടെ ശരീരത്തിലെ വിസർജ്യങ്ങളെ പുറന്തള്ളുന്ന വൈറ്റൽ കറൻറ്റ്. 3 സമാനൻ. സമാനവായുവാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പോഷക ഗുണങ്ങളെ സംശീകരിച്ച് ദഹനപ്രക്രിയ കൃത്യമായി നടത്തി പുതിയ കോശങ്ങളെ നിർമ്മിച്ച് നമ്മുടെ ശരീരത്തെ നറിഷ് ചെയ്യുന്നത്. 4 ഉദാനൻ. ഉദാനവായുവാണ് നമ്മുടെ ശരീരത്തിലെ മുടിയുടെ വളർച്ച, ചർമ്മത്തിൻ്റെ ഘടന, മസിൽ ബിൽഡിംഗ് തുടങ്ങിയ പ്രവർത്തനം നടത്തുന്നത്. 5 വ്യാനൻ. വ്യാനനാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നടത്തുന്നത്. നമ്മുടെ ജീവിതകാലം മുഴുവൻ നടക്കുന്ന ശ്വാസോച്ഛ്വാസ പ്രവർത്തനം പ്രാണവായുവും അപാനവായുവും ചേർന്നാണ് നടത്തുന്നത്. പ്രാണവായു മുകളിലേക്കും അപാനവായു താഴേക്കും സഞ്ചരിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പ്രാണൻ മേൽപോട്ട് ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യൻ ജീവിക്കുന്നു. മരണസമയം അടുക്കുന്ന നേരത്ത് ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ അപാനവായു പ്രാണവായുവിനേക്കാൾ ശക്തമാവുകയും കീഴ്പോട്ടുള്ള അപാനവായുവിൻ്റെ ഫോഴ്സ് ശരീരത്തിനുള്ളിലെ സൂക്ഷ്മ ശരീരത്തെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ച് സൂക്ഷ്മലോകത്ത് കൊണ്ടുപോകുന്നു. ഇതാണ് ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ മരണം. ഇനി നമുക്ക് പ്രാണൻ്റെയും അപാനൻ്റെയും സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. പല ക്രിയായോഗികൾക്കും അറിയാത്ത രഹസ്യമാണിത്. പ്രാണൻ്റെ സ്വഭാവം തണുപ്പാണ്. ശാന്തമായി ഇന്ദ്രിയങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് ആത്മാവിനെ അറിയുക എന്നുള്ളതാണ് പ്രാണൻ്റെ ധർമ്മം. അപാനൻ്റെ സ്വഭാവം ചൂടാണ്. വിശ്രമമില്ലാതെ അസ്വസ്ഥതയോടെ ഇന്ദ്രിയങ്ങളിൽ മുഴുകിയിരിക്കുക എന്നുള്ളതാണ് അപാനവായുവിൻ്റെ പ്രവൃത്തി. അപാനവായു ഭ്രൂമധ്യത്തിൽ നിന്ന് കീഴ്പോട്ട് മൂലാധാരത്തിലേക്ക്, പ്രാണവായു മൂലാധാരത്തിൽ നിന്ന് മേൽപോട്ട് ഭ്രൂമധ്യത്തിലേക്കും സഞ്ചരിക്കുന്നു. പ്രാണൻ്റെയും അപാനൻ്റെയും മുകളിലേക്കും താഴേക്കുമുള്ള വടംവലി അഥവാ ടഗ് ഓഫ് വാറാണ് നമ്മൾ ശ്വാസോച്ഛ്വാസം എന്ന പേരിൽ ലളിതമായി അറിയുന്നത്. ഈ 2 വൈറ്റൽ കറൻറ്റുകളെയും രഹസ്യവും പവിത്രവുമായ ക്രിയായോഗ പ്രാണായാമത്തിലൂടെ സുഷുമ്നാ നാഡിയിലൂടെ മുകളിലേക്കും താഴേക്കും സഞ്ചരിപ്പിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി നിശ്ചലമാവുകയും യോഗി ധ്യാനത്തിലൂടെ ഈശ്വരനെ ദർശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പ്രാണവായുവിൻ്റെ സുഷുമ്നാ നാഡിയിലൂടെയുള്ള മേൽപോട്ടുള്ള സഞ്ചാരം നിങ്ങളെ ദുർവ്യാധികളിൽ നിന്നും ദുർബാധകളിൽ നിന്നും ജീവിതത്തിലെ പരാജയങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. അപാനവായുവിൻ്റെ കീഴ്പോട്ടുള്ള സഞ്ചാരത്തിൻ്റെ ശക്തി കൂടുമ്പോൾ മാറാരോഗങ്ങളും ബാധകളും പരാജയങ്ങളും നിങ്ങളെ തേടി വരുന്നു. ലാഹിരി മഹാശയൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ക്രിയായോഗയിലെ നിഗൂഢ രഹസ്യങ്ങളാണ് ഇവയെല്ലാം. ദിവ്യമായ ക്രിയായോഗ ഒരു ലിവിങ് ഗുരുവിൽ നിന്ന് സ്വീകരിക്കണമെന്ന് മഹാവതാർ ബാബാജിയും ലാഹിരി മഹാശയനും എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹത്തോടെ ക്രിയായോഗ പഠിക്കുവാനും ക്രിയായോഗയെക്കുറിച്ചുള്ള സകല സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട മതിയാകും. ഹരി ഓം തത്സത്.
നമോ നമസ്തേസ്തു സഹസ്രകൃത്വഃ പുനശ്ച ഭൂയോപി നമോ നമസ്തേ നമഃ പുരസ്താദത പൃഷ്ഠതസ്തേ നമോസ്തുതേ സർവദ ഏവ സർവ